ഇനി നമുക്ക് ചേർക്കേണ്ടത് കായമാണ്. ഞാനിവിടെ 1.5 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അച്ചാറിന് ആവശ്യത്തിന് കായമുണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവൂ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഉലുവാപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് വിനിഗറാണ് ചേർക്കാനുള്ളത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വിനിഗറാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ നാരങ്ങ അച്ചാറിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കറുനാരങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.